ഇനി കുറച്ച് മറ്റ് മേഖലകളിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഒരുപാട് സംഘടനകളും സാംസ്കാരിക സംഘടനകളിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളൊക്കെ നല്ലതാണ്. ഇപ്പം ഞാൻ എല്ലാവർക്കും സ്പോൺസർഷിപ്പ് കൊടുക്കാറുണ്ട്. എല്ലാവരും ഇവിടെ എന്ത് വന്നാലും ആദ്യം എൻ്റെ അടുത്ത് വരുവർ. കാരണം ഞാൻ പിന്നിട്ട വഴികളും അവർക്ക് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്പോൺസർഷിപ്പിന് വരും. ഇപ്പോൾ 3 രജിസ്ട്രേഷൻ സംഘടനകളുണ്ട്, സാംസ്കാരിക സംഘടന. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെയൊക്കെ ഉള്ളത്. മറ്റുള്ളവരെ സഹായിക്കാനും കാര്യങ്ങളായിട്ടും സാംസ്കാരികമായിട്ടും എല്ലാവരും നല്ല പ്രവർത്തനങ്ങളുണ്ട്. അക്കാര്യത്തിൽ നല്ലൊരിതാണ്. പിന്നെ ഞാനും എല്ലാ സ്ഥാപനങ്ങളിലും എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. എന്നെ കൊണ്ടാവുന്ന സമയത്തൊക്കെ ഞാൻ പോകും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ സാംസ്കാരിക സംഘങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞങ്ങളെ പോലെ ചെറിയ ചെറിയ ബിസിനസ് സ്പോൺസർഷിപ്പ് ആണല്ലോ. അത് നമ്മളെപ്പോഴും ചെയ്തിരിക്കും. അവരെന്തെങ്കിലും വരും, നമ്മളപ്പം തന്നെ സ്പോൺസർഷിപ്പ് എല്ലാത്തിനും എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ അവരായിട്ട് നല്ല സഹകരണമാണ്. ഇപ്പോൾ നാടകം ഒക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ചോ? കലാകാരൻ ഇല്ല, ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ അവരെ സഹായിക്കാം. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. അല്ലാണ്ട് ആ രംഗത്തേക്ക് ഞാൻ നിൽക്കാറില്ല. എന്നെ പലരും വന്ന് വിളിക്കാറുണ്ട്. പക്ഷെ നമ്മളത് 26 കൊല്ലത്തിന് മുമ്പ് മടക്കിയതാണ്. കാരണം അതുകൊണ്ട് അതൊരു വഴിത്തിരിവായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. ഒരു പക്ഷെ ഞാനൊരു കലാകാരനായിരുന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് ഗൾഫിൽ ഉണ്ടാവില്ലായിരുന്നു. ഒരു പക്ഷെ ഞാൻ ഉണ്ടാവില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അത്ര ഒരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ. പക്ഷേ കല എൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും സഹായിക്കുന്നത്. കലാപരമായിട്ടൊക്കെ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. കാരണം എല്ലാവരുടെയും ജീവിതത്തിന് ഒരു വഴിത്തിരിവ് ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവ് ഞാൻ കലാരംഗത്തേക്ക് ഇറങ്ങിയതുണ്ടായിരുന്നു. അന്നൊക്കെ എൻ്റെ നാട്ടിൽ എല്ലാവരും എന്നെ എതിർത്തിരുന്നാണിത്. കാരണം എൻ്റെ സാഹചര്യങ്ങൾ അതായിരുന്നു. എനിക്കൊരു ട്രൂപ്പ് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. മനസ്സിലായേ? ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ നമുക്ക് വിലയും കടവും വിലയൊക്കെ മേടിച്ചായിരിക്കും റിഹേഴ്സൽ ക്യാമ്പ് തന്നെ പിരിച്ചു വിടുന്നത്. എനിക്കറിയാം, ഞാനും ഒരു ട്രൂപ്പൊക്കെ നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ ആ വേദനകളൊക്കെ എൻ്റെ ഗുരുദാനാണ് അതൊക്കെ. അപ്പം ഞാൻ ഇന്ന് എപ്പോഴും ഏതെങ്കിലും ഒരു സംരംഭത്തിന് ഇറങ്ങുന്ന പിള്ളേരോട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയും. നിങ്ങൾ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു അഡ്വൈസ്. അപ്പോൾ ഇവിടുത്തെ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഞാൻ ഉണ്ട്. ബാക്കിൽ, ഫ്രണ്ടിലില്ല, അതെ, ബാക്ക് ബോൺ ആണ് നമ്മൾ. അപ്പൊ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നല്ലൊരു ബന്ധങ്ങളാണ് എല്ലാവരുമായിട്ട്. മലയാളി സമാജം, കേരള സോഷ്യൽ സെന്റർ, ഇന്ത്യ സോഷ്യൽ സെന്റർ, അവരൊക്കെ ആയിട്ട് നല്ല ഒരു ബന്ധമാണ് നമ്മൾ കീപ്പ് ചെയ്യണത്. അതുപോലെ ഇത്രയും കാലത്ത് ഈ ജീവിതയാത്രയ്ക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒക്കെ ഏർപ്പെട്ടിരുന്ന വ്യക്തി കൂടെയാണ് സജീവ് സാർ. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണ് നിറച്ച അനുഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? അല്ല, ഒരു ജീവിതമാകുമ്പോൾ സുഖവും ദുഃഖവും ഉണ്ടാവും. ഈ ദുഃഖം ഉണ്ടെങ്കിൽ സുഖത്തിന്റെ വില അറിയാൻ പറ്റും. തീർച്ചയായിട്ടും മനസ്സിലായി. ദുഃഖം അനുഭവിക്കുന്നവനാണ് സുഖത്തിന്റെ വില അനുഭവിക്കുന്നത്. അല്ലാണ്ട് സുഖം അനുഭവിച്ചുകൊണ്ടിരുന്ന അതിന്റെ വില അവൻ അറിയുന്നില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമായ ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിസിനസ്സിലായാലും ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാനസികമായ വേദനകൾ ഇഷ്ടം പോലെ. എൻ്റെ ഈ 18 വർഷത്തിന്റെ ബിസിനസ്സിലാണ് ഇഷ്ടം പോലെ വേദനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വേദനകളൊക്കെ ഒരു സുഖത്തിന്റെ നാന്ദിയാണ്. അതെ അതെ അതെ. പഴയ ഒരു കഥയുണ്ട്. ഒരാൾ അങ്ങനെ വളരെ ജീവിതത്തിൽ ഇന്നേ വരെ സുഖം അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾ ഒരു കടയിൽ പോയി ഷൂസ് വാങ്ങി. ഷൂസ് അയാളുടെ കാലിന് ചേരുന്നത് 8 ഇഞ്ചിൻ്റെ ഷൂ ആണ്. അയാൾ പോയി 5 ഇഞ്ചിൻ്റെ ഷൂ വാങ്ങി കാലിലിട്ട് വളരെ വേദന എടുത്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴേക്കും വേറെ വഴിയിൽ കണ്ട ഒരാൾ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾക്ക് 8 ഇഞ്ചിൻ്റെ ഷൂ അല്ലേ കറക്റ്റ്, നിങ്ങൾ എന്തിനാണ് ഈ 5 ഇഞ്ചിൻ്റെ ഷൂ വാങ്ങിയിട്ട്? അപ്പോൾ അയാൾ പറയണം, ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ സുഖമൊന്നും അനുഭവിച്ചിട്ടില്ല, അതിനെന്തിനാ ഇതിട്ട് കിടക്കണം? അല്ല, ഇത് അഴിച്ചിടുമ്പോൾ ഒരു സുഖം കിട്ടും, ആ സുഖമെങ്കിലും കിട്ടും. ദുഃഖം അനുഭവിക്കണം, എന്നാലേ സുഖത്തിന്റെ വില അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ സുഖത്തിന്റെ വില അറിയുന്നുണ്ട്. ഞാൻ അനുഭവിച്ച ദുഃഖത്തിന്റെ ആകത്തുക നോക്കുമ്പോൾ എനിക്കിപ്പോ ഞാൻ അനുഭവിക്കണം. പിന്നെ ബിസിനസ് എന്തിലായാലും ദുഃഖം വേണം. മനസ്സിലായി? ടെൻഷൻ. ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ 5 പേര് ജോലി ചെയ്യുന്നാലും 10 പേര് ജോലി ചെയ്യുന്ന ടെൻഷനാണ്. ബിസിനസ് ടെൻഷനാണ്. പക്ഷെ വേറൊരു വശം നോക്കുമ്പോൾ നമുക്ക് വേറെ സുഖമുണ്ട്. മനസ്സിലായി? ഒരു ശമ്പളക്കാരനാകുമ്പോൾ ആ ഒരു ലിമിറ്റഡ് ഇതായിരിക്കുള്ളൂ. ഒരു ബിസിനസ്സുകാരൻ അങ്ങനല്ല, കയറി ഇറങ്ങിയിരിക്കും. മനസ്സിലായ? കിട്ടുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പം അതിൻ്റെതായ ഒരു സുഖം ഉണ്ടാവും, അതിൻ്റെതായ ടെൻഷനും ഉണ്ടാവും. ഇന്നും ടെൻഷനും സുഖമൊക്കെ ഇന്നും ഇതൊക്കെ കിട്ടുന്നുണ്ടോ? അല്ലെ, സുഖം അല്ലാത്ത ഈ ടെൻഷൻ ഇന്നും ഉണ്ടോ? ഉണ്ട്. ബിസിനസ് ആകുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. ബിസിനസ് ആകുമ്പോൾ ഇപ്പം ഞാൻ പറയില്ല, 60 പേരെൻ്റെ കൂടെ പലരും പല രീതിയിലാണ്. അപ്പം അതിൻ്റെതായ പല പ്രശ്നങ്ങളുണ്ട് ഒരു സ്ഥാപനത്തിൽ. അവൻ്റെ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അത് ടെൻഷൻ ഇപ്പം നമ്മളത് പഠിച്ചു കഴിഞ്ഞു. അതിനെ തരണം ചെയ്യാനുള്ള എല്ലാ ഇതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും എല്ലാത്തിൻ്റെ വില നമുക്കറിയാം. മനസ്സിലായ? പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് തലമറന്ന് എണ്ണ തേക്കാറില്ല. ഞാൻ എപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കും, പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കും. ഞാൻ വന്ന വഴി ഏതാണ്, അത് മറന്ന് നമ്മളൊന്നും ചെയ്യാറില്ല.
എപ്പോഴും നമുക്കൊരു പേടിയാണ് അതിന്. അതെ അതെ, ആ വഴിയിൽ നമ്മളെല്ലാവരും ബഹുമാനത്തോടുകൂടിയാണ് എല്ലാവരും കാണുന്നത്. കാരണം നമ്മൾ അനുഭവിച്ച വേദനകൾ, ഇപ്പം എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ച വേദനകൾ അവർ അനുഭവിക്കാൻ പാടില്ല എന്നൊരു പ്രിൻസിപ്പൾ എന്നുണ്ട്. എന്നെ കൊണ്ട് പരമാവധി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഞാൻ 9 മാസം ശമ്പളം ഇല്ലാണ്ട് ജോലി ചെയ്ത ആളാണ്, മനസ്സിലായേ? അപ്പൊ ആ ഒരു ഇത് എൻ്റെ കൂടെ ജോലി ചെയ്യണം ആർക്കും വരാൻ പാടില്ല. അന്ന് ഇത്രയും കഷ്ടപ്പാട് നടന്നപ്പോൾ അന്ന് എപ്പോഴെങ്കിലും മനസ്സിൽ വിചാരിച്ചിരുന്നോ ഇന്നത്തെ ഈ നിലയിൽ എത്തും? ഇല്ല, അങ്ങനെ ഒരു മലർക്കോട്ട ഞാൻ കിട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു മലർക്കോട്ട ഉണ്ടായിട്ടില്ല. ഇന്ന് കഴിഞ്ഞു അത്രേ ഉള്ളൂ. ഇപ്പോഴും എൻ്റെ ബിസിനസ്, നാളെ എനിക്ക് ഒരു വലിയ ബിസിനസ് നടത്തണമെന്ന് ഇന്നുവരെ എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. അത് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഞാൻ ഇന്നുവരെ അതിനെക്കുറിച്ച് ഒരു ചിന്തിച്ചിട്ട് പോലുമില്ല. മലർക്കോട്ട കിട്ടിയിട്ടില്ല. മലർക്കോട്ട ആരും കിട്ടരുത് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു ഇത്. കാരണം എൻ്റെ അധ്വാനം കൊണ്ട് ഇപ്പോഴും ഞാൻ 24 മണിക്കൂർ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും. അല്ലാണ്ട് എനിക്കിപ്പോൾ വേണമെങ്കിൽ 8 മണി എന്നുള്ള 10 മണിക്ക് ഓഫീസിൽ വന്നാൽ മതി, 7:55 ഞാനുണ്ട് ഇവിടെ. അതുപോലെ തന്നെ 4 മണിക്ക്. അത് കറക്റ്റായിട്ട് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറക്റ്റായിട്ട്. അല്ലാണ്ട് നമ്മൾ കളിക്കല്ല, ഇപ്പോഴും കൃത്യമായ ജോലിയാണ്. കാരണം ബിസിനസ്സിൽ നമ്മൾ ശരിക്കും ഇൻവോൾവ് ആവണം. ഇപ്പോഴും നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വിജയമാണ് നമുക്ക് പടിപടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയ തലമുറ ഇത് കേട്ട് പഠിക്കട്ടെ എന്നുകൂടെ ഞാൻ അപേക്ഷിക്കുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്.